നമസ്കാരം. ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ പാകിസ്ഥാനെ 6 റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ബൗളർമാർ കരുത്ത് കാട്ടിയ ആവേശകരമായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19 ഓവറിൽ 119 റൺസ് എടുത്താണ് കൂടാരം കയറിയത്. മറുപടിക്കിറങ്ങിയ പാകിസ്ഥാനെ 7 വിക്കറ്റിൽ 113 റൺസിലേക്ക് പിടിച്ചുകെട്ടി ഇന്ത്യ മികച്ച ജയം നേടിയെടുക്കുകയായിരുന്നു. ഇവിടെ ഇന്ത്യ വിജയം ആഘോഷിക്കുമ്പോഴും ഇന്ത്യയുടെ ബാറ്റിംഗ് നിര നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചുവെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ന്യൂയോർക്കിലെ പിച്ച് അല്പം കടുപ്പമാണെങ്കിൽ അല്ലെങ്കിൽ ദുഷ്കരമാണെങ്കിലും ഇന്ത്യൻ ബാറ്റർമാരുടെ നിലവാരം വിലയിരുത്തുമ്പോൾ അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കാത്ത വിധമുള്ള മോശം പ്രകടനം തന്നെയാണ് ടീം നടത്തിയതെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയുടെ മധ്യനിരയുടെ ബാറ്റിംഗ് പ്രകടനമാണ് തീർത്തും മോശമായത്. ഇതിൽ എടുത്തു പറയേണ്ടത് ശിവം ദുബൈയുടെ പ്രകടനം തന്നെയാണ്. IPLലെ മികവ് വിലയിരുത്തിയാണ് ഇന്ത്യ ദുബൈയെ T20 ലോകകപ്പിലേക്ക് കൊണ്ടുവന്നത്. മധ്യനിരയിൽ സ്പിന്നർമാർക്കെതിരെ തിളങ്ങാൻ ദുബൈക്ക് കഴിവുണ്ട് എന്നാണ് സെലക്ടർമാർ വിലയിരുത്തിയിരുന്നത്. എന്നാൽ ടെസ്റ്റ് ബാറ്റിംഗ് പ്രകടനമാണ് ദുബൈ കാഴ്ചവെച്ചത്. 9 പന്ത് നേരിട്ട് 3 റൺസ് എടുത്ത ദുബൈയെ നസീം ഷാ റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു. സമ്മർദ്ദത്തോടെയാണ് ദുബൈ ബാറ്റ് ചെയ്യുന്നതെന്ന് പ്രകടമാണ്. തീർത്തും നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗ് ദുബൈ കാഴ്ചവെക്കുമ്പോൾ ആരാധകരും കട്ടക്കലിപ്പിൽ തന്നെയാണ്. ദുബൈ ഓൾറൗണ്ടർ ആയതിനാലാണ് ഇന്ത്യ കളിപ്പിക്കുന്നതെന്നാണ് രോഹിത് ശർമ്മ പറയുന്നത്. എന്നാൽ ബൗളിങ്ങിൽ ദുബൈയെ ഉപയോഗിക്കുന്നുമില്ല. ഒരു ഓവർ പോലും ദുബൈക്ക് നൽകുന്നില്ല എന്നതാണ് വസ്തുത. ഈ ഒരു സാഹചര്യത്തിൽ ബാറ്റിംഗ് ദുരന്തമായിട്ടുള്ള ദുബൈയെ ഇന്ത്യ എന്തിനാണ് കളിപ്പിക്കുന്നതെന്ന ചോദ്യം പോലും ഉയർന്നിരിക്കുകയാണ്. സഞ്ജു സാംസന് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. മുൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മാഞ്ചരേക്കറും ഈ ഒരു ആവശ്യം പാകിസ്ഥാന് മുന്നോടിയുള്ള മത്സരത്തിന് മുന്നേ തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് സത്യം. അതിന് കാരണം രോഹിത് ശർമ്മ തന്നെയാണ്. നിലവിലെ ടീമിൻ്റെ പദ്ധതിയിൽ സഞ്ജുവിന് ഇടമില്ല. ഓപ്പണിംഗ് ഒഴിച്ച മറ്റൊരു ബാറ്റിംഗ് പൊസിഷനും ഉറപ്പില്ല എന്നാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറയുന്നത്. എന്നാൽ നിലവിലെ ടീമിൻ്റെ പദ്ധതി വിലയിരുത്തുമ്പോൾ 3-ാം നമ്പറിൽ ഋഷഭ് പന്തും തുടരുമെന്ന് ഉറപ്പാണ്. കോഹ്ലിയും രോഹിത്തും ഓപ്പണർമാരായി തുടരുമ്പോൾ 3-ാം നമ്പറിൽ ഇടം കയ്യനായ ഋഷഭ് പന്ത് കളിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് സഞ്ജു സാംസനെ കളിപ്പിക്കാനാകില്ല. ഋഷഭിന് പകരമായിട്ട് മാത്രം സഞ്ജുവിനെ കാണുന്നിടത്താണ് പ്രശ്നം വരുന്നത്. സഞ്ജുവിനെ മധ്യനിരയിൽ കളിപ്പിക്കുക എന്നത് ദുഷ്കരം തന്നെയാണ്. കാരണം ടോപ്പ് ഓർഡറിൽ മികവ് കാട്ടുന്ന താരമാണ് സഞ്ജു സാംസൺ. അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. T20യിൽ 4-ാം നമ്പറിൽ താഴെ സഞ്ജു ബാറ്റ് ചെയ്തിരിക്കുന്നത് അപൂർവമായിട്ടാണ്. വലിയ റെക്കോർഡും സഞ്ജുവിന് അവകാശപ്പെടാനില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഞ്ജു സാംസനെ കളിപ്പിക്കാൻ വിരളമായ സാധ്യതകളാണ് ഇനിയും ഉള്ളത്. ദുബൈയെ ഇന്ത്യ മധ്യനിരയിൽ പിന്തുണയ്ക്കുന്നത് മണ്ടത്തരമാണെങ്കിലും നായകൻ രോഹിത് ശർമ്മ വിശ്വസിക്കുന്നത് ദുബൈയിൽ തന്നെയാണ്. മീഡിയം പേസറായ ശിവം ദുബൈ മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിവുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ്. എന്നാൽ ഇക്കണോമി വളരെ മോശമായതിനാൽ വിശ്വസിച്ച പന്ത് ഏൽപ്പിക്കാനും സാധിക്കില്ല. മധ്യനിരയിൽ അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഇടം കയ്യന്മാരായി ഉള്ളപ്പോൾ ദുബൈയെ ഇടം കയ്യനെന്ന പരിഗണനയിൽ ടീമിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ ദുബൈയെ ഇന്ത്യ കളിപ്പിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് വലിയ മത്സരങ്ങൾ ഇനി മുന്നിൽ നിൽക്കെ രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവിഡും ചേർന്ന ഇന്ത്യൻ ടീമിൽ സുപ്രധാന മാറ്റങ്ങൾ കാണിക്കാൻ ചിലപ്പോൾ സാധ്യതകൾ വളരെ കുറവാണ്. നിലവിലെ പരീക്ഷണങ്ങൾ വലിയ ഫലം കാണുന്നുണ്ടെന്ന് പറയാനുമാകില്ല. ബാറ്റിംഗ് നിരയുടെ ശക്തി ഉയർത്താത്ത പക്ഷം ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാകുമെന്ന് ഉറപ്പാണ്.